സ്ഥാപനം 1983 സ്വാമി സത്യമിത്രാനന്ദഗിരിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഉദ്ഘാടനം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1983 ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകത: ഭാരതമാതാവിന്റെ പ്രതീകമായി ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഇത് രാജ്യസ്നേഹത്തിന്റെയും ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. നിർമ്മാണം: ക്ഷേത്രത്തിന്റെ നിർമ്മാണം ലളിതവും അതേസമയം ആകർഷകവുമാണ്. ഇത് ഭാരതീയ വാസ്തുവിദ്യയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നു. ലക്ഷ്യം: ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ ഐക്യവും ദേശസ്നേഹവും വളർത്തുക എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാന ആകർഷണം: ഭാരതമാതാവിന്റെ പ്രതിമയും വിവിധ നിലകളിലായി ഭാരതത്തിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ചിത്രീകരണങ്ങളും ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളാണ്. ഹരിദ്വാറിലെ ഭാരത് മാതാ മന്ദിറിന്റെ ചരിത്രപരമായ പ്രാധാന്യം. ടൂറിസം: ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ആത്മീയ നഗരമായ ഹരിദ്വാറിൽ സ്ഥിതി ചെയ്യുന്ന ഭാരത് മാതാ മന്ദിർ, ഭാരതമാതാവ് അല്ലെങ്കിൽ ഭാരതമാതാവുക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു അതുല്യ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഏതെങ്കിലും ദേവതയ്ക്കോ മതപരമായ ആശയത്തിനോ വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രത്തിനു വേണ്ടിയുള്ളതാണ്. ജനങ്ങളുടെ ദേശസ്നേഹ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഹരിദ്വാറിലെ വിനോദസഞ്ചാരത്തിന്റെ ചരിത്രം മതപരവും സാംസ്കാരികവുമായ സ്ഥലങ്ങളുടെ സമ്പന്നമായ ചിത്രപ്പണികളുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരത് മാതാ മന്ദിർ അതിന്റെ ആകർഷണങ്ങളുടെ ഒരു ശ്രേണിയിൽ താരതമ്യേന സമീപകാലത്തേതും എന്നാൽ പ്രാധാന്യമുള്ളതുമായ ഒരു കൂട്ടിച്ചേർക്കലാണ്. അടിത്തറയും സങ്കല്പവും: 1983 മെയ് 15 ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഈ ക്ഷേത്രം ഇന്ത്യയുടെ അജയ്യമായ ചൈതന്യത്തെയും നാനാത്വത്തിൽ ഏകത്വത്തെയും ആഘോഷിക്കുന്നതിനായാണ് നിർമ്മിച്ചത്. പരമ്പരാഗത ഹിന്ദു തീർത്ഥാടനങ്ങൾക്കപ്പുറം സന്ദർശകർക്കുള്ള വഴിപാടുകൾ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് ഹരിദ്വാറിന്റെ മതവിനോദസഞ്ചാരത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് മന്ദിറിന്റെ തുടക്കം. വാസ്തുവിദ്യയും ഘടനയും: 180 അടി ഉയരത്തിൽ 8 നിലകളുള്ള ഭാരത് മാതാ മന്ദിർ ഇന്ത്യയുടെ വിവിധ വശങ്ങളെ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്നു. പരമ്പരാഗത ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന അതിന്റെ സവിശേഷമായ വാസ്തുവിദ്യാ ശൈലി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. നിലകൾ യഥാക്രമം ഭാരതമാതാവ്, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ദേശീയ നേതാക്കൾ എന്നിവയുൾപ്പെടെയുള്ള ദേശസ്നേഹം, മതം, സാംസ്കാരിക വിഷയങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. വിനോദസഞ്ചാരത്തിലെ പങ്ക്: ഈ ക്ഷേത്രം ആത്മീയവും ദേശസ്നേഹപരവുമായ ഭക്തി പ്രദാനം ചെയ്യുക മാത്രമല്ല, എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് ഒരു വിദ്യാഭ്യാസ യാത്രയായും പ്രവർത്തിക്കുന്നു. വൈവിധ്യമാർന്ന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഹരിദ്വാറിന്റെ പദവി ഇത് ശക്തിപ്പെടുത്തുകയും പ്രദേശത്ത് പ്രബലമായ തീർത്ഥാടന കേന്ദ്രീകൃത ടൂറിസത്തിന് ഒരു ദേശീയത നൽകുകയും ചെയ്യുന്നു. ഏറ്റവും പുതിയ ടൂറിസം ട്രെൻഡുകൾ: ഭാരത് മാതാ മന്ദിർ പോലുള്ള സാംസ്കാരികവും അനുഭവപരവുമായ യാത്രകളുടെ മിശ്രിതമായ സ്ഥലങ്ങളിലേക്ക് തിരക്ക് വർദ്ധിച്ചുവരുന്നതായി ഏറ്റവും പുതിയ ടൂറിസം പ്രവണത സൂചിപ്പിക്കുന്നു. സമഗ്രമായ യാത്രാനുഭവങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഭാരത് മാതാ മന്ദിർ വാഗ്ദാനം ചെയ്യുന്ന രാജ്യത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും കുറിച്ച് സവിശേഷമായ ഉൾക്കാഴ്ച നൽകുന്ന സ്ഥലങ്ങൾ വിനോദസഞ്ചാരികൾ തേടുന്നു. സമീപ വർഷങ്ങളിൽ ടൂറിസവുമായി തീർത്ഥാടന കേന്ദ്രീകൃത ടൂറിസത്തിന് ഒരു ദേശീയത നൽകുകയും ചെയ്യുന്നു. ഏറ്റവും പുതിയ ടൂറിസം ട്രെൻഡുകൾ: ഭാരത് മാതാ മന്ദിർ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രവണത ഭാരത് മാതാ മന്ദിർ പോലുള്ള സ്ഥലങ്ങൾ എങ്ങനെ അനുഭവിക്കപ്പെടുന്നുവെന്നും വിപണനം ചെയ്യപ്പെടുന്നുവെന്നും സ്വാധീനിച്ചിട്ടുണ്ട്. വെർച്വൽ ടൂറുകൾ, ഓൺലൈൻ ബുക്കിംഗുകൾ, സോഷ്യൽ മീഡിയ സവിശേഷതകൾ എന്നിവ ഈ ദേശസ്നേഹ സ്മാരകം പര്യവേക്ഷണം ചെയ്യാൻ പദ്ധതിയിടുന്ന സന്ദർശകർക്ക് പ്രവേശനക്ഷമതയും ദീപസ്തംഭമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം മതത്തെക്കാൾ ഉപരിയായി ഹരിദ്വാറിലെ വിനോദസഞ്ചാരം വളർന്നതിന്റെ പ്രതീകമാണ്. ടൂറിസം മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ചലനാത്മകതയെ ഇത് സൂചിപ്പിക്കുന്നു. കൂടാതെ സന്ദർശകരുടെ ഹൃദയങ്ങളിൽ ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ഒരു ബോധത്തെ പ്രചോദിപ്പിക്കുന്നു. Bharat Mata Mandir,
also known as Mother India Temple, in Haridwar, was founded by Swami Satyamitranand Giri in 1983 and dedicated to the spirit of India and its freedom fighters. It was inaugurated by the late Prime Minister Indira Gandhi. The temple is a unique structure, not featuring traditional deities, but rather honoring India's culture, heritage, and the sacrifices of its patriots. Here is a more detailed look at its history. Inception and foundation. Swami Satyamitranand Giri, a prominent spiritual leader and social reformer, established the temple to honor the spirit of patriotism and India's rich history. Inauguration. The temple was inaugurated on 15 May 1983 by the then Prime Minister, Indira Gandhi, signifying its national importance. Unique concept. Unlike conventional temples, Bharat Mata Mandir doesn't house idols of gods and goddesses. Instead, it focuses on representing Bharat Mata, Mother India, as a symbol of the nation, its culture, and its freedom struggle. 8-story structure. The temple is an 8-story building, each floor dedicated to different aspects of Indian history, culture, and mythology. Diverse depictions. Each floor showcases statues and murals of various figures, including freedom fighters, religious leaders, and deities, representing the diverse tapestry of India. Symbol of unity and patriotism. The temple is a testament to the idea of a unified India, promoting the spirit of nationalism and celebrating the contributions of those who shaped the nation. Beyond the Republic. While celebrating the Republic of India, the temple also embodies the concept of Aryavarta, the ancient motherland of Hinduism, as a symbol of a unified India. ഭാരതമാതാ ക്ഷേത്രം ഹരിദ്വാറിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഭാരതമാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഭാരതത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും പ്രതീകപ്പെടുത്തുന്നു. 1983 സ്ഥാപിതമായ ഈ ക്ഷേത്രം ഭാരതത്തിന്റെ വിവിധ മതങ്ങളെയും സംസ്കാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 8 നിലകളുള്ള ഒരു കെട്ടിടമാണ്. സ്വാമി സത്യമിത്രാനന്ദ ഗിരിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഭാരതമാതാവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. എട്ട് നിലകളുള്ള ഈ ക്ഷേത്രത്തിൽ ഭാരതത്തിന്റെ വിവിധ മതങ്ങളെയും സംസ്കാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചിത്രീകരണങ്ങളും ശില്പങ്ങളും ഉണ്ട്. ഒന്നാം നിലയിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങളെയും സന്ദർശകർക്ക് കാണാം. രണ്ടാം നിലയിൽ വിവിധ ദേവീദേവന്മാരുടെ പ്രതിമകളും ചിത്രീകരണങ്ങളും ഉണ്ട്. മൂന്നാം നിലയിൽ വനിതാശക്തിയെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നു. നാലാം നിലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചിത്രീകരണങ്ങളും വിവരങ്ങളും ഉണ്ട്. അഞ്ചാം നിലയിൽ വിവിധ മതങ്ങളെയും അവരുടെ ആചാരങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ആറാം നിലയിൽ ഭാരതത്തിലെ മഹാരഥന്മാരുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ചിത്രീകരണങ്ങളും വിവരങ്ങളും ഉണ്ട്. ഏഴാം നിലയിൽ വിവിധ ശാസ്ത്രജ്ഞരുടെയും കലാകാരന്മാരുടെയും ചിത്രീകരണങ്ങൾ ഉണ്ട്. എട്ടാം നിലയിൽ ഭാരതത്തിന്റെ ഭൂപടവും ഭാരതമാതാവിന്റെ ചിത്രവും കാണാം. ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കാവുന്നതാണ്. ഹരിദ്വാറിലെ ഭാരത് മാതാ ക്ഷേത്രം ഭാരതമാതാവിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഭാരതാംബികയെ ഭാരതത്തിന്റെ ദേശീയ വ്യക്തിത്വമായി ചിത്രീകരിക്കുന്നു. സ്വാമി സത്യമിത്രാനന്ദ ഗിരിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ക്ഷേത്രത്തിൽ ഭാരതത്തിന്റെ ഭൂപടം മാർബിളിൽ കൊത്തിവച്ചിരിക്കുന്നു. സാധാരണ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾക്ക് പകരം ഭാരതത്തിന്റെ മാതൃകയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭാരതാംബികയെ, മാതൃഭൂമിയെ ആരാധിക്കുക എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ക്ഷേത്രത്തിലെ 8 നിലകളും വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ശില്പങ്ങളും ചിത്രീകരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.
ഓരോ നിലയിലും ഭാരതത്തിന്റെ ചരിത്രവും സംസ്കാരവും പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ കാണാം. ഇതിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവും പ്രതിപാദിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഭാരതമാതാവിനെ ഭാരതത്തിന്റെ പ്രതീകമായി കണക്കാക്കാൻ തുടങ്ങി അഭിനവ് ടാഗോർ ആണ് ഭാരതമാതാവിന്റെ ചിത്രം ആദ്യമായി വരച്ചത്. ഈ ക്ഷേത്രം ഭാരതീയർക്ക് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഹരിദ്വാറിലെ ഭാരത് മാതാ മന്ദിർ ഭാരതാംബയ്ക്ക് ഇന്ത്യ മാതാവ് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഹരിദ്വാർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഗംഗാനദിക്ക് സമീപം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സാധാരണ ക്ഷേത്രമല്ല, മറിച്ച് രാജ്യസ്നേഹികളെയും സ്വാതന്ത്ര്യ സമരസേനാനികളെയും ആദരിക്കുന്നതിനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ 8 നിലകളിൽ നിന്ന് ഹരിദ്വാർ നഗരത്തിന്റെയും രാജാജി ദേശീയ ഉദ്യാനത്തിന്റെയും മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ വിവിധ നിലകളിലേക്ക് എളുപ്പത്തിൽ എത്താൻ ലിഫ്റ്റ് സൗകര്യവുമുണ്ട്. ക്ഷേത്രം രാവിലെ 5 മുതൽ രാത്രി 9 വരെ തുറന്നിരിക്കും. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല. ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ അനുവദനീയമാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും പല ഭക്തരും ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ചിത്രങ്ങൾ എടുക്കുന്നതായി കാണാം. കൂടുതൽ വിവരങ്ങൾക്കായി ക്ഷേത്ര അധികൃതരുമായി ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും. ഭാരത് മാതാ ക്ഷേത്രം 8 നിലകളുള്ളതും 180 അടി ഉയരവുമുള്ളതാണ്. വിവിധ നിലകളിൽ ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ, മതപരമായ കാര്യങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, നേതാക്കൾ എന്നിവരെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങൾ ഉണ്ട്. ഹരിദ്വാറിലെ ഗംഗാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലിഫ്റ്റ് ഉപയോഗിക്കാനുള്ള ഫീസ്: മുകളിലെ നിലകളിലേക്ക് പോകാൻ ലിഫ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ 2 രൂപ നൽകണം. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഏതെങ്കിലും ദേവനെ പ്രതിഷ്ഠിക്കുന്നതിന് പകരം ഇന്ത്യയുടെ ഭൂപടം കൊത്തിവച്ചിട്ടുണ്ട്. ഭാരത് മാതാ ക്ഷേത്രം ഹരിദ്വാറിലെ ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ്. ഇത് ഭാരതമാതാവിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ മാർബിൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഭാരത് മാതാ വിഗ്രഹമുണ്ട്. ഇത് അഖണ്ഡ ഭാരതത്തെ പ്രതീകപ്പെടുത്തുന്നു. ക്ഷേത്രത്തിൽ ഇന്ത്യയുടെ ഒരു മാർബിൾ മാതൃകയുമുണ്ട്. പർവ്വതങ്ങൾ, സമതലങ്ങൾ, സമുദ്രങ്ങൾ എന്നിവയെല്ലാം ഈ മാതൃകയിൽ സമ്മത് അനുസരിച്ച് കൊത്തിവച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ മൂർത്തികളോ വിഗ്രഹങ്ങളോ ഇല്ല. അതിനാൽ എല്ലാ മതവിഭാഗക്കാർക്കും ഇവിടെ പ്രവേശിക്കാനും ആരാധന നടത്താനും കഴിയും. ഭാരത് മാതാ ക്ഷേത്രം മാതൃഭാരതത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു അതുല്യമായ ആരാധനാലയമാണ്. 1905 രബീന്ദ്രനാഥ് ടാഗോറിന്റെ അനന്തരവൻ അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരത് മാതാവിന്റെ ആദ്യ ചിത്രം വരച്ചത്. ഭാരത് മാതാവിന്റെ ചിത്രം ഭാരതത്തിന്റെ ദേശീയ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഈ ചിത്രം ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഭാരത് മാതാ വിഗ്രഹം ഭാരതീയ പൈതൃകത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഹരിദ്വാറിലെ ഭാരതമാതാ ക്ഷേത്രം ഭാരത് മാതാ മന്ദിർ മാതൃരാജ്യത്തോടുള്ള സ്നേഹത്തെയും ഭക്തിയെയും ആഘോഷിക്കുന്ന ഒരു സവിശേഷ തീർത്ഥാടന കേന്ദ്രമാണ്. മാതൃരാജ്യത്തിന് സമർപ്പിതം. താഴത്തെ നില ഭാരത് മാതാവിന് മാതൃരാജ്യം സമർപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ ഭൂപടം അതിൽ കൊത്തിവച്ചിട്ടുണ്ട്. രാജ്യസ്നേഹത്തെയും ഇന്ത്യയുടെ ആത്മാവിനെയും ആഘോഷിക്കുന്നു. ഈ ക്ഷേത്രം സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരമ്പരാഗത രീതിയിൽ ഒരു പ്രതിഷ്ഠയില്ല. പകരം അത് രാജ്യസ്നേഹത്തിന്റെയും ഇന്ത്യയുടെയും ആത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഭാരത് മാതാവിന്റെ വൈവിധ്യമാർന്ന സംസ്കാരവും പൈതൃകവും. ക്ഷേത്രം ഭാരതമാതാവിന്റെ വൈവിധ്യമാർന്ന സംസ്കാരവും പൈതൃകവും പ്രതിരോധശേഷിയും ആഘോഷിക്കുന്നു. സമീപത്തുള്ള മറ്റ് ആകർഷണങ്ങൾ: ഹർ കി പൗരി, ഗംഗാ ആരതി, മാനസ് ദേവി ക്ഷേത്രം, ചണ്ഡി ദേവി ക്ഷേത്രം തുടങ്ങിയ ഹരിദ്വാറിലെ മറ്റ് പ്രധാന സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ എത്താം. ഭാരത് മാതാ ക്ഷേത്രം ഹരിദ്വാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിൽ, നവരാത്രി, പൂർണിമ പോലുള്ളവ ഭക്തർക്ക് സൗജന്യ ഭക്ഷണം നൽകാറുണ്ട്.
സാധാരണ ദിവസങ്ങളിൽ പ്രസാദത്തിനായി 15 രൂപ നൽകണം. പ്രസാദ വിതരണം ഉച്ചയ്ക്ക് 11 മണി മുതൽ 2 മണി വരെയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയുമാണ്. ഹരിദ്വാറിൽ നിരവധി ആശ്രമങ്ങളും താമസ സ്ഥലങ്ങളും ഉണ്ട്. ഒരു രാത്രിക്ക് ഏകദേശം 1321 രൂപയാണ് ശരാശരി ചിലവ്. സന്ദർശകർ മാന്യമായ വസ്ത്രം ധരിക്കണം. ക്ഷേത്രത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പ്രവേശനത്തിന് പ്രത്യേക നിയന്ത്രണങ്ങളോ യോഗ്യതാ മാനദണ്ഡങ്ങളോ ഇല്ല. ക്ഷേത്രത്തിൽ എല്ലാ മതസ്ഥർക്കും ജാതിക്കാർക്കും പ്രവേശനമുണ്ട്. എല്ലാ മതസ്ഥരും ഒരുമിച്ച് രാജ്യത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നു. സന്ദർശന സമയം ഏകദേശം 1-2 മണിക്കൂർ സന്ദർശനത്തിന് ആവശ്യമാണ്. ക്ഷേത്രത്തിന് സമീപം നിരവധി റെസ്റ്റോറന്റുകളും ധാബകളും ലഭ്യമാണ്. ഭാരത് മാതാ മന്ദിറിന് സമീപം വിവിധതരം താമസ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, ഡോർമിറ്ററികൾ എന്നിവ ഇവിടെയുണ്ട്. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ, ഹർ കി പൗരി, ചണ്ഡി ദേവി ക്ഷേത്രം, മൻസ ദേവി ക്ഷേത്രം തുടങ്ങിയ ആകർഷണങ്ങൾക്ക് സമീപമുള്ള ഹോട്ടലുകൾ തിരഞ്ഞെടുക്കാം. എക്സ്പീഡിയ, മേക്ക് മൈ ട്രിപ്പ്, യാത്ര.com തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നിന്ന് ഹോട്ടലുകൾ ബുക്ക് ചെയ്യാം. പല ഹോട്ടലുകളിലും സൗജന്യ പ്രഭാത ഭക്ഷണം, പാർക്കിംഗ്, വൈഫൈ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഏതൊരു ആരാധനാലയം പോലെയും ക്ഷേത്രത്തിൽ മാന്യമായ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിലേക്കും സമീപത്തുള്ള ആകർഷണങ്ങളിലേക്കും എത്താൻ ഓട്ടോറിക്ഷയോ മറ്റ് പ്രാദേശിക ഗതാഗത മാർഗങ്ങളോ ഉപയോഗിക്കാം. ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഹോട്ടലുകളും താമസ സൗകര്യങ്ങളും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക.